1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും മികച്ച നിയമസഭാ സാമാജികനും 9ാം കേരള നിയമസഭയിൽ ചീഫ് വിപ്പുമായിരുന്ന സീതി ഹാജിയുടെ ഓർമ്മകൾക്ക് 33 ആണ്ട് തികയുന്നു. സ്മാരകമായി എടവണ്ണക്കാരുടെ സ്വപ്ന സാഫല്യമായിരുന്ന സീതി ഹാജി പാലം. സീതി ഹാജി കേരള ചീഫ് വിപ്പായി അധികാരമേറ്റ ശേഷം അവസാനമായി ഔദ്യോഗികമായി പങ്കെടുത്ത തന്റെ നാടായ എടവണ്ണയിലെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്ന പാലത്തിന് തറക്കല്ലിടൽ കർമ്മമായിരുന്നു. എടവണ്ണയുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ച പാലം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പി സീതി ഹാജി യാത്രയായി. അർബുദബാധയെ തുടർന്ന് 1991 ഡിസംബർ 5 ചീഫ് വിപ്പ് ആയിരിക്കെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം. ചാലിയാർ പുഴയ്ക്ക് കുറുകെ എടവണ്ണക്കടവിൽ ഒരു പാലം പണിയുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. തദ്ദേശീയരെ പോലെ സീതി ഹാജിയുടെയും വലിയ മോഹമായിരുന്നു എടവണ്ണ പാലം. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിനായി വാദിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഐക്യമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ആവശ്യം ബന്ധപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനോട് പാലത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം താൽപര്യം കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 1991 ഒക്ടോബർ 26 ഈ പാലത്തിന് തറക്കല്ലിടിക്കാൻ സീതി ഹാജിക്ക് കഴിഞ്ഞു. ഗവൺമെന്റ് ചീഫ് വിപ്പായി അധികാരമേറ്റ ശേഷം സീതി ഹാജി ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത ഔദ്യോഗിക പരിപാടിയും തന്റെ ഈ സ്വപ്ന സാഫല്യത്തിന്റെ തറക്കല്ലിടൽ കർമ്മമായിരുന്നു. പാലത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി കരുണാകരന്റെ കൈകൊണ്ടുതന്നെ ആവണമെന്ന നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാലത്തിന്റെ മോഹം മനസ്സിൽ വെച്ച് രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഒഴിവിനു വേണ്ടി പരിപാടി ഒന്നിലേറെ തവണ മാറ്റിവെക്കാനും അദ്ദേഹം സന്നദ്ധനായി. ഒതായി, ചാത്തല്ലൂർ, മുണ്ടേങ്ങര നിവാസികൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ പാലം വന്നേ പറ്റൂ. ജീവിതത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോധയിൽ തന്നെ ഇറക്കിയ പ്രദേശം ഒതായിയാണ്. അരീക്കോട് മൂർക്കനാട് വഴി 25 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം അന്ന് ഒതായിയിലെത്താൻ. പാലം വന്നതോടെ ഇത് 3 കിലോമീറ്ററായി ചുരുങ്ങി. 145 ലക്ഷം രൂപ ചെലവ് വരുന്ന പാലം പൂർത്തിയാകുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അക്കാലത്ത് വികസന രംഗത്ത് എടവണ്ണയിലെ ഏറ്റവും ചെലവ് കൂടിയ അദ്ദേഹത്തിന്റെ സ്മാരകമാകും പണിതീർത്ത ഈ പാലം. അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സീതി ഹാജി പാലം എന്ന പേരും നൽകി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.